നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. റൈറ്റ് വിഷൻ സകല കലാകായികത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചേലക്കര പുലാക്കോട് പന്നിപ്പാടം പ്രദേശത്തെ രതീഷ് എന്ന ഗായകനെയാണ്. കുട്ടിക്കാലം മുതലേ പാട്ടിനോട് ഏറെ പ്രിയമുള്ള രതീഷ് ഇപ്പോൾ നാട്ടിൻപുറത്തെ ഗാനമേള വേദികളിലും സജീവ സാന്നിധ്യമാണ്. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. എൻ്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ ചേലക്കര അന്തിമകാളങ്കാവ് പുലാക്കോട് എന്ന സ്ഥലത്താണ്, പന്നിപ്പാടം ഏരിയയിൽ പുലാക്കോട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അമ്മ, വൈഫ്, 2 ചെറിയ കുട്ടികൾ, അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലിയാണ്. ചെറിയൊരു കുടുംബമാണ്. നിൻരാഗമോ പൂപാളമാ എൻ മുന്നിൽ നീ പുലർക്കന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണ തന്ന പൊൻതന്തേ. പാട്ടിനോടുള്ളത് എപ്പോൾ മുതലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നന്നേ ചെറുപ്പത്തിൽ മുതൽ പാട്ടിനോട് ഉണ്ട്, പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ ഫാമിലിയിൽ അമ്മ പാടില്ല, പക്ഷേ ചേച്ചിമാരും ഞാനൊക്കെ ഞങ്ങളൊരു പാട്ട് പാടുന്നൊരു രീതിയിൽ തന്നെ ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടിയിട്ട് ഗാനമേള വെച്ച് അങ്ങനെയൊക്കെ ഞങ്ങളൊരു കൂട്ടായ്മയിലൂടെയാണ്. പിന്നെ അച്ഛൻ നന്നായി പാട്ട് പാടുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എനിക്കൊരു 2-2.5 വയസ്സുള്ള ടൈമിൽ അച്ഛൻ മരിച്ചുപോയി. പക്ഷെ അച്ഛൻ പഴയ കാലങ്ങളിലെ കല്യാണങ്ങൾക്കും അവിടെയൊക്കെ പാട്ട് പാടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പാരമ്പര്യമായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ സ്കൂൾ തലത്തിൽ LP സ്കൂൾ തലത്തിൽ മുതൽ തന്നെ ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർമാരും LP സ്കൂളിലത്തെ ടീച്ചർമാരും, പിന്നെ പങ്ങാരപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ സ്റ്റാഫുകളും മറ്റ് ക്ലാസ്മേറ്റ്സൊക്കെ നല്ല സപ്പോർട്ടിങ്ങിനാണ് തന്നിട്ടുള്ളത്. പിന്നെ സ്കൂൾ തലത്തിൽ മത്സരങ്ങളിൽ പോയിട്ടുണ്ട്. ലളിതഗാന മത്സരത്തിൽ 3-4 വട്ടം അടുപ്പിച്ച് ഫസ്റ്റ് ഗ്രേഡ് മേടിക്കാൻ പറ്റി. ഇരയുമ്മൻ തമ്പിയുടെ ഈരടിക്കേട്ടുറങ്ങും ഓമന തിങ്കൾ കിടാവൂ, നല്ല കോമളത്താമരപ്പൂ ഇനിയുറങ്ങൂ, തങ്കം ഇനിയുറങ്ങൂ എന്നുള്ള പാട്ടാണ് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ലളിതഗാന മത്സരങ്ങൾക്ക് പാടിയിട്ടുള്ളത്. പിന്നെ പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ പല്ലവി പരിചിതമല്ലോ, പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ പല്ലവി പരിചിതമല്ലോ. ഉണർന്നപ്പോഴാ സാന്ദ്രഗാനം നിലച്ചു, ഉണർത്തിയരാക്കുയിലെവിടെ എവിടെ. ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ട്. അത് ഞാൻ സ്വന്തമായി ജോലി ചെയ്ത്, എനിക്ക് സാഹചര്യം വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പാട്ട് പഠിക്കാൻ പോകാൻ. എനിക്ക് മൂത്തത് 2 ചേച്ചിമാരാണ്.
അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് വളർന്നു വന്നത്. അപ്പം അതുകൊണ്ട് പാട്ടിലൂടെ ഞങ്ങളെ തിരിക്കാനുള്ള ഒരു വഴിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സർവസ്വമാർപ്പണം കൃഷ്ണം ആ കൃഷ്ണം മുരളീലോലം ഗോപീവിലോലം മനസാ സ്മരാമി ഗരി സരിനെ സഗരിനി സനിത മമ ഗമനി ഗമ ഗമപ മഗരി സഗമനീനി മഗമനീനി സഗരി ഗമനീനി സനിത മപ സഗരി ഗമനി സഗരി സഗരി സനിത മനി സനിത മഗ മഗരി സഗരി ഗമനി മാനിത മഗരി മനി മനി നിസരി സത്യം വ്രതഭരിത തത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുച്ഛേദ സ്മര ഹരിപാദം പ്രേമാശ്രുവായി പരിപൂർണമേ സ്വരഭാചനം. കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് വർക്കിനിറങ്ങി, പെയിൻറ്റിങ്ങിന് ഇറങ്ങിയിട്ടാണ് ഞാൻ സ്വയമായിട്ട് തന്നെ, അതും ഞാനൊരു സ്റ്റേജിൽ ഒരു ഗാനമേളയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറി ഒരു സംഗീതം എന്നുള്ളൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വരങ്ങളൊക്കെ കിട്ടി അവിടുത്തെ ഗാനമേളത്തെ ട്രൂപ്പത്തെ ആൾക്കാരും പിന്നെ നാട്ടുകാരൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു, നീ പാട്ട് പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ രീതിയിലൂടെ എനിക്ക് തന്നെ തോന്നി പാട്ട് പഠിക്കാൻ പോയതാണ്. അവിടെ ഉണ്ണിസ്വാമി ഉണ്ടായിരുന്നു പ്ലാക്കോട്. അപ്പോൾ അവിടെ ഗാനമേള കാണാൻ പോയതായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ചാൻസ് ഒന്നും കിട്ടില്ല. ഞാൻ എല്ലാ വർഷങ്ങളിലും ഞാൻ ചെന്ന് ചാൻസ് ചോദിക്കാറുണ്ട്, ഒരു പാട്ട് പാടാനുള്ള ചാൻസ്. പക്ഷെ എനിക്ക് ചാൻസ് കിട്ടാറില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൻ മുഖേന എനിക്ക് ചാൻസ് കിട്ടി. അവൻ്റെ പേര് പ്രബിൻ എന്നാണ്, മാളിയേക്കൽ പ്രബിനാണ്. അവൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് അവിടെ ആ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടിയത്. അങ്ങനെ ഞാൻ സംഗീതമേ പാടി. അപ്പോൾ അവിടെ ആ ട്രൂപ്പിലുള്ള ആൾക്കാരും അവരെൻ്റെ ഫോൺ നമ്പർ മേടിക്കലും അങ്ങനെയൊക്കെ അവരെന്നെ നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അമരസല്ലാപമേ സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമരസല്ലാപമേ. ട്രാക്ക് ഗാനമേള അല്ലെങ്കിൽ കല്യാണങ്ങൾ, പിന്നെ അതല്ലാണ്ട് തന്നെ ഒന്ന് രണ്ടല്ല ഗാനമേളയ്ക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ VIP ഹൈ ലെവലിൽ ഉള്ള ഗാനമേളയ്ക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അതിൽ മാത്രമേ ഞാൻ വളർന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് ഫാസ്റ്റ് നമ്പറും സെമി ക്ലാസിക്കലാണ് കൂടുതൽ പാടാറുള്ളത്. പിന്നെ മെലഡിയും പാടാറുണ്ട്. പിന്നെ ഹിന്ദി തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെലഡി മാത്രമേ പാടൂ. അത് ഫാസ്റ്റൊന്നും പാടാൻ പറ്റില്ല. കൂടുതലും എനിക്കിഷ്ടം സെമി ക്ലാസിക്കൽ ആൻഡ് ഫാസ്റ്റ്. മാണിക്യക്കല്ലുകൊണ്ടെഴുനിലയുള്ള കൊട്ടാരമുണ്ടേ, മുറ്റത്ത് ചെറിയ പെറുക്കാനപ്സരകന്യകളെ പോരൂ ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്യക്കല്ലുകൊണ്ടെഴുനിലയുള്ള കൊട്ടാരമുണ്ടേ. ഞാൻ ഉദ്ദേശിച്ച പോലുള്ള ഒരു സ്റ്റേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ നമ്മളൊന്ന് ഭാഗമാവണം. അവർക്ക് വേദികളുള്ളൂ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേദി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. ഓ വിളക്കിൻ്റെ നാളം പോലെ പൊത്തൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോ
ഏതുരാഗം ശ്രുതി താളം എന്നതോർക്കാതെ സിംഗേഴ്സിനുണ്ടാവും ഒരു പ്ലേബാക്ക് സിംഗർ ആവണം എന്നുള്ളത് എല്ലാ സിംഗേഴ്സിനും ഉണ്ടാവും. പക്ഷെ അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അത്രമാത്രം ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ പാട്ട് പാടുമ്പോൾ ഇതുവരെ ആരും മോശം പറഞ്ഞിട്ടില്ല. നമുക്ക് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ ഉയരങ്ങളിലെത്തും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എല്ലാ വേദികളിലും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒരു അഡ്രസ്സ് ഇല്ല നമുക്ക്. ഇപ്പം എല്ലാത്തിലും ഇന്ന ചാനലിൽ ഇന്ന രീതിയിൽ. പിന്നെ കയറ്റി വിടാൻ ആളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കയറ്റി വിടാനും ആളില്ല. നമ്മൾ നമ്മുടേതായ പ്രയത്നത്തിലൂടെ നമ്മളേതായ രീതിയിലാണെങ്കിലും പേരിമ്പം മേല നീ തീണ്ടും കൈല പാർപ്പോവില വാവാനില കല്യാണത്തിനില കഴിച്ചാത പാലില നീതാനെ വാനില നിന്നോടു വാനില. ഞാനൊരു ആൽബത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. അതായത് ചേലക്കര കിഷോർ ചേലക്കര എന്നുള്ള അവൻ മ്യൂസിക് ചെയ്ത് രജനി മ്യൂസിക് ചെയ്തൊരു അവൻ്റെ. പക്ഷെ അത് പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. എന്നാലും അയ്യപ്പക്തിഗാനാണ്, മല സീസണിൽ പാടിയതാണ്. അപ്പം അത് ഇപ്പോഴും ഇങ്ങനെ എവിടെയൊക്കെ അമ്പലങ്ങളിൽ, ഇപ്പോൾ ഞങ്ങളുടെ അവിടെ അമ്പലങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ കൂടുതൽ കേൾക്കാറുണ്ട്. അയ്യപ്പൻ വീരമണി കണ്ടനാണ്, വില്ലാളി വീരനാണ്, വീരമണി കണ്ടനാണ്, അയ്യപ്പൻ വീരമണി കണ്ടനാണ്. കാട്ടിൽ പിറന്നു പന്തളത്തു വളർന്നു കാനനത്തിൽ തന്നെ അമ്പലവും തീർത്തു. കാട്ടിൽ പിറന്നു പന്തളത്തു വളർന്നു കാനനത്തിൽ തന്നെ അമ്പലവും തീർത്തു. വില്ലാളി വീരനാണ്, വീരമണി കണ്ടനാണ്, അയ്യപ്പൻ വീരമണി. നല്ല നാളിൻ്റെ ആശംസയേകും രാജഹംസങ്ങളെ, ശ്യാമവാനിൻ്റെ സംഗീതമേകും പുഷ്പമൗനങ്ങളെ, ഇക്കളങ്ങളിൽ വന്നു കൂടുമോ, ഇളയങ്ങളിൽ നൃത്തമാടുമോ, ഇന്നുദിക്കും അമ്പിളിക്കു ജന്മനാൾ, എന്നിവൾക്കു കൈനിറച്ചു ചെണ്ടുകൾ.